ആരുമൂലമായിരിക്കാതെ ഈ രാത്രികാലം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അക്ഷരീയമായി മൺകൂടാരങ്ങളിലേക്ക് ഇറങ്ങേണ്ടതിനായി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാണ്ട് ഹല്ലേലൂയ. അതിൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുകയാൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായവ താൻ മാത്രം അമർച്ചതയുള്ളവ അടുത്തുവിടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവ ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹസ്വരൂപനായ കർത്താവ് മഹാദയാലുവായ ദൈവം ഹല്ലേലൂയ. എല്ലാവരോടും ക്ഷമിക്കുന്ന കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കൃപയും കരുണയും നിറഞ്ഞവനായി ദീർഘക്ഷമയും ആദരവുള്ളവനായി ഈ രാത്രികാലം അവിടെ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ ഹല്ലേലൂയ. ഓരി മനകദരമ സൗഖ്യമാകുന്ന കർത്താവിനോ നമ്മുടെ മധ്യമുള്ളതിനോ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, നിന്റെ സന്നിധാനത്തിൽ മുട്ടുമടക്കുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അവിടെ നൽകിയ സാവകാശനായിട്ട് ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിച്ചു വഴിയാതില്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്രമേ അവിടുന്ന് കൂട്ടി വരുത്തണമേ. തടസ്സങ്ങളെല്ലാം മാറി നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിലും ആത്മാവിനും കർത്താവിനെ ആരാധിപ്പാന്, ബലം പ്രാപിക്കുവാന്, ശക്തി പ്രാപിക്കുവാന്, വിടുതൽ പ്രാപിക്കുവാന് ഈ രാത്രികാരോട് സഹായിക്കണമേ. ദർശനങ്ങളെ തരണമേ, വെളിപ്പാടുകളെ തരണമേ, കൃപാവരങ്ങളെ ഞങ്ങൾ നിറയ്ക്കണമേ. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവേ അവിടെ ഞങ്ങളെ അഭിഷക്തരാക്കി തീർക്കണമേ. ഉയരത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേലും അവിടുന്ന് പകർന്നു തരുമാറാകണമേ. ഹല്ലേലൂയ. ബലഹീനൻ ബലവാനെന്ന് മതിക്കുവാൻ സ്വർഗമേ അവിടുന്ന് സഹായിച്ചാട്ട് ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കണമേ. പാടുവാനും ആരാധിപ്പാനും ജനത്തെ ശക്തീകരിക്കണമേ. സ്വർഗീയമായ കർത്താവേ കൃപ ഇന്ന് രാത്രികാലം അനുഭവിപ്പാൻ തക്കവണ്ണ, ആരാധനയുള്ള വിടുതൽ ഇന്ന് രാത്രികാലം അനുഭവിപ്പാൻ തക്കവണ്ണ സ്വർഗമേ അവിടെ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. സൂക്ഷിപ്പാൻ അവിടുന്ന് കൃപ തരണം. തന്നെ ജനത്തിന് കൊടുക്കേണ്ട ദൂതികൾ, ആലോചനകൾ അത്ഭുതങ്ങളോടെ പ്രസ്താവിപ്പാൻ ഈ രാത്രികാലം ഇവിടുന്ന് ശക്തീകരിക്കണം. കടന്നു വരാൻ സംബന്ധിച്ച കർത്താവിനെ അഭിഷക്തരെയോ എത്ര വേഗം അവിടുന്ന് കൂട്ടി വരുത്തണം കർത്താവേ. ഓരി ബലാദര ആത്മനിറവോടെ ജനത്തിന് കൊടുക്കേണ്ട ദൂതികൾ, ആലോചനകൾ ഈ രാത്രികാലം പ്രസ്താവിപ്പാൻ അവിടെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കണമേ. വലിയ വിടുതലോടെ കടന്നു വന്ന പോലെ അല്ല കർത്താവേ, ഒഴിഞ്ഞവരായി ഞങ്ങൾ കടന്നു വന്നുവെങ്കിൽ ഇന്ന് രാത്രികാൽ നിറവിന്മേൽ നിറവ് പ്രാപിച്ച് മടങ്ങി പോകുവാന് അവിടെ ഞങ്ങളെ സഹായിച്ചാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി കർത്താവേ. ദൈവമേ, കഴിഞ്ഞ രാജ്യകാല കർത്താവേ, ഞങ്ങളായിരുന്ന സ്ഥാനങ്ങൾ, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കടന്നുപോയ മണ്ഡലങ്ങളിലുമെല്ലാം തിരുസാന്നിധ്യം കൃപയെ ഞങ്ങളുടെ കൂടെ ഇരുന്ന കർത്താവേ, ഉണ്ടാകാമായിരുന്ന ആപത്തനത്തിൽ നിന്നെല്ലാം ദൈവമേ ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. ഞങ്ങളുടെ കഴിവോ മികവോ ഒന്നുമല്ലപ്പ, പൂർണ്ണമായ ദൈവത്തിന് കരങ്ങളിൽ തന്നെ താഴ്ത്തിയിരിക്കും. ദൈവത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ അവൻ്റെ നാമം ഉയർത്തുമ്പോൾ അവന് പ്രസാദമുള്ളൊരു യാഗമായി തീരുവാൻ ഈ ആരാധന മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിനായി ഞങ്ങൾ ഒരുക്കണേ കർത്താവ്. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവസ്ഥനിൽ കർത്താവ് ഞങ്ങൾ മുറ്റുമായി തരുന്ന ദൈവമേ അപ്പച്ച പൂർണ്ണമായി തരുന്ന ഞങ്ങൾ ശുദ്ധീകരിക്കണം. ഞങ്ങൾ പണിയറിയുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ ഏത് അവസ്ഥയിലായാലും, ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞാലും, നമ്മളെ മറക്കാത്ത, നമ്മളെ മാറാത്ത, നമ്മളെ വിട്ട് മാറാത്തൊരു ശബരിക്കാനുണ്ട്.
കഴിഞ്ഞ നാളുകളിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് തന്നെ താഴ്ത്തിയേൽപ്പിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏതൊരവസ്ഥയിലും, നമ്മുടെ ക്ഷീണത്തിൻ്റെ അവസ്ഥയിലും, പ്രയാസത്തിൻ്റെ അവസ്ഥയിലും, ഏത് സങ്കടകരമായ അവസ്ഥയിലും നമ്മളെ വിട്ടുമാറാത്ത നമ്മുടെ ഒരു ആത്മസഖിയായി ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മാർവോട് ചേർക്കുന്നതിലുപരിയാണ് അപ്പൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം പൂർണ്ണമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കും. ഹല്ലേലൂയ. ക്ഷീണിത രോഗത്തിലും നീ മാത്രമേ വൈദ്യൻ. ക്ഷീണിത രോഗത്തിലും നീ മാത്രമേ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി. നിന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ. ദൈവമേ നീയല്ലാതില്ലാരും മദീനേതു നേരത്തും പ്രയാസങ്ങൾ നേരിടും നേരത്തും ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ. ലോകസഖികളെല്ലാരും മാറിപ്പോയ. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ രക്ഷക, എൻ്റെ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മദീനേതു നേരത്തും. എൻ്റെ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മദീനേതു നേരത്തും. ക്ഷീണിത രോഗത്തിലും നീ മാത്രമേ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി. പറയാൻ കഴിയും അപ്പ നിങ്ങളുടെ മാർവിടമല്ലാതെ ഒന്നുമില്ലപ്പ. ഹല്ലേലൂയ. രക്ഷക എൻ്റെ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മദീനേതു
അങ്ങ് മതി എനിക്ക്. അപ്പാ അങ്ങ് മാത്രം മതി കർത്താവേ എനിക്ക്. ഏതൊരവസ്ഥയിലും പ്രയാസത്തിലായാലും സന്തോഷത്തിലായാലും ഏതൊരവസ്ഥയിലും കർത്താവേ എന്റെ കൂടെ വേണം കർത്താവ്. മറ്റാരെന്നെ വിട്ടുപോയാലും വിട്ടുമാറാത്തൊരു സഖ്യ അപ്പാ പൂർണ്ണമായ ദൈവമേ കരങ്ങളിലേക്ക് തരുന്നപ്പാ. എൻ്റെ അപ്പ അങ്ങ് ഞാൻ മതിയപ്പ. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ ലോകത്തിലെ സഖികൾ എല്ലാവരും ആരും ഞങ്ങൾക്ക് വേണ്ടപ്പ. അങ്ങ് മാത്രം മതി കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ മുമ്പിൽ നിന്ന് നയിപ്പാൻ അപ്പ അങ്ങല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് വേണ്ടപ്പ. ആ കരങ്ങളിലേക്ക് തന്നെ ഞങ്ങളെ തരുന്നപ്പ. ഞങ്ങളിത് പണിതാട്ടെ കർത്താവ്. അപ്പന് ഹിതമുള്ള പോലെ ഞങ്ങളിത് മെനയണേ കർത്താവ്. ഞങ്ങളെ നയിക്കണേ കർത്താവ്. അപ്പത്തിൻ്റെ വചനം വിട്ടു മാറാതെ ദൈവമേ അപ്പത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതിനായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ അതിനാൽ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന പക്ഷേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദിയപ്പ സ്തോത്രം. നമുക്ക് കരങ്ങളെ അടിച്ച് നമ്മൾ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. ആമേൻ. നിന്നെ നിലച്ചു. ഹല്ലേലൂയ. കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. നീ രക്ഷിടുമോ? എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. നീ രക്ഷിടുമോ? എനിക്കായി കരുതുവാനിഹത്തിരില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിരില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. നീ രക്ഷിടുമോ? ഓ എനിക്കായി കരുതുവാനിഹത്തിരില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിരില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനിന്റെ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനിന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരുത്തിൽ തരും ജീവ ഹൃദയത്തോടെനിക്കു ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കരുത്തിൽ തരും ജീവ ഹൃദയത്തോടെനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. നീ രക്ഷിടുമോ? എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. നീ രക്ഷിടുമോ? എനിക്കായി കരുതുവാനിഹത്തിരില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിരില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേ
ക്ഷാമമേറ്റു സാരാഭാത്തിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരു ക്രമം നേടിയിടും. ക്ഷാമമേറ്റു സാരാഭാത്തിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരു ക്രമം നേടിയിടും. കാലത്തിലെ മാവുദേശം കുറയുന്നില്ലേ, എന്റെ കലുഷത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുദേശം കുറയുന്നില്ലേ, എന്റെ കലുഷത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനിരത്തിലേയൊന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിരത്തിലേയൊന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്തുകാല പൂരയൊന്നും വിതയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്തുകാല പൂരയൊന്നും വിതയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ, വയലിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ, വയലിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനിഹത്തിനില്ലേ ഒന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിനില്ലേ ഒന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുവിനെ കേട്ടുതെല്ലും നടുങ്ങിടിലും, ചുരച്ചേടി തണലാതെ ഉലകിടിലും. ശത്രുവിനെ കേട്ടുതെല്ലും നടുങ്ങിടിലും, ചുരച്ചേടി തണലാതെ ഉലകിടിലും. കനലടകേൾക്കുന്നു നടത്തിയിടും ദിനം ദിനമാ. വന്നുടത്തി തരും തോതർ കനലകേൾക്കുന്നു നടത്തിയിടും ദിനം ദിനമാ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനിഹത്തിനില്ലേ ഒന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാനിഹത്തിനില്ലേ ഒന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സാരാഭാത്തിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരു ക്രമം. ക്ഷാമമേറ്റു സാരാഭാത്തിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരു ക്രമം. കാലത്തിലെ മാവുദേശം കുറയുന്നില്ലേ, കലുഷത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുദേശം കുറയുന്നില്ലേ, എന്റെ കലുഷത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. ഓ എനിക്കായി കരുതുവാനിഹത്തിനില്ലേ ഒന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാനിഹത്തിനില്ലേ ഒന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാനിഹത്തിനില്ലേ ഒന്നും ചുമതുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാനിഹത്തിനില്ലേ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പമിമ്പമിമ്പമിനിയെന്നു ബിംബമേ, ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പമിമ്പമിമ്പമിനിയെന്നു ബിംബമേ, ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പമിമ്പമിമ്പമിനിയെന്നു ബിംബമേ, ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ.
കൊടുങ്കാറ്റടിച്ചു വലയുയരും വൻ സാഗരത്തിൽ കലകളിന്മേൽ വരും ജീവിതത്തിൽ പടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാൽ വരും ജീവിതത്തിൽ പടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാൽ ആഹാ ഇമ്പം 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 ഇനിയല്ലോ ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയല്ലോ ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ പോകും നിങ്ങൾ മറുകരയിൽ എന്നു മോദമായി അരുളിയവൻ പോകും നിങ്ങൾ മറുകരയിൽ എന്നു മോദമായി അരുളിയവൻ മറന്നിടുമോ തൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടും മറന്നിടുമോ തൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടും ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ വാക്കുകൊണ്ടു സകലത്തെയും മറുശോഭയേകി മേനഞ്ഞവൻ താൻ വാക്കുകൊണ്ടു സകലത്തെയും മറുശോഭയേകി മേനഞ്ഞവൻ താൻ ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ വരും വേഗമെന്നു അരുളിയവൻ വരും വേഗമതിലടുത്തൊരു നാൾ വരും വേഗമെന്നു അരുളിയവൻ വരും വേഗമതിലടുത്തൊരു നാൾ തരും ശോഭയേറും തിരിടങ്ങളെ തിരുസേവ നന്നാക്കി വെച്ചവർക്കാൽ തരും ശോഭയേറും തിരിടങ്ങളെ തിരുശോഭ നന്നാക്കി വെച്ചവർക്കാൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ പോകും നിങ്ങൾ മറുകരയിൽ എന്നു ബോധമായി അരുളിയവൻ പോകും നിങ്ങൾ മറുകരയിൽ എന്നു ബോധമായി അരുളിയവൻ മറന്നിടുമോ തൻ ശിഷ്യഗണത്തെ സ്വന്തം ജനനിയും മറന്നിടും മറന്നിടുമോ തൻ ശിഷ്യഗണത്തെ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ വെറും വാക്കുകൊണ്ടു സകലത്തെയും മറുശോഭയേകി മേനഞ്ഞവൻ താൻ വെറും വാക്കുകൊണ്ടു സകലത്തെയും മറുശോഭയേകി മേനഞ്ഞവൻ താൻ ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ വേഗമെന്നു അരുളിയവൻ വരും വേഗമതിലടുത്തൊരു നാൾ വരും വേഗമെന്നു അരുളിയവൻ വരും വേഗമതിലടുത്തൊരു നാൾ
തിരുസേവനങ്ങളെ തിരുസേവനങ്ങൾ തികച്ചവർക്കാർ തരും ശോഭയേറും കിരീടങ്ങളെ തിരുസേവനങ്ങൾ തികച്ചവർക്കാർ തരും ശോഭയേറും കിരീടങ്ങളെ ജീവിതത്തിൽ ജീവിതത്തിൽ ദൈവത്തിന് വലിയ ശക്തി നിരന്തരകാലം വ്യാപരിക്കപ്പെട്ട കർത്താവ് ഉയർപ്പിന്റെ ശക്തിയുടെ വലിയ വ്യാപാരം പെൺകുടാരങ്ങളിലേക്ക് നിരന്തരകാലം ഇറങ്ങട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉടരമനദര ബൗഡമനാദകമന ഉടമാരകലേ സാന്തരേ ദിഗദനാദനവ ഈഗമനഗദനവ ഉടമര നിഗമനാദനവ ഉടമരക ശാന്തര നിഗമനാദനവ ബൗഡമര നിഗമനാദനവ ദൈവജനത്തെ ഒതുക്കുവാൻ നോക്കുന്ന രോഗബന്ധനങ്ങളിട്ട് തളർത്തുവാൻ നോക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം തകർന്നു മാറട്ടെ. യേശുവിനെ അടിപൊളിയുള്ള സൗഖ്യം ഈ രാത്രികാലം വ്യാപരിക്കപ്പെടട്ടെ. Praise the Lord. Hallelujah. Hallelujah. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു യോഗ്യത ഉണ്ടായിട്ടുള്ളതല്ല. ആമേൻ. നാം ദൈവത്തെ തിരഞ്ഞെടുത്തു എന്നല്ല,
ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ അവന്റെ തെരഞ്ഞെടുപ്പിന്റെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാഗൽഭ്യമല്ല, നമ്മുടെ പദവിയല്ല, നമ്മുടെ കഴിവൊന്നുമല്ല. കാൽവരി ക്രൂശിൽ ആമേൻ യേശു ക്രിസ്തു ആമേൻ ഹല്ലേലൂയ സ്വർഗാദി മഹിമകളെ വെടിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് ആമേൻ താണലോകത്തിൽ ഇറങ്ങി വന്നു. ആമേൻ സാത്താന്യ ആമേൻ ഹല്ലേലൂയ അധീനതയിലായിരുന്നു നമ്മുടെ ആ ക്രിസ്തു കാൽവരി ക്രൂശിൽ തിരുനിണം ചൊരിഞ്ഞ് വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആമേൻ നമ്മുടെ യോഗ്യതയല്ല, ആ വലിയ സ്നേഹത്തെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ആമേൻ നമുക്ക് വീണ്ടും പാടാം, ദൈവത്തെ പാടി ആരാധിക്കാം. തിരഞ്ഞെടുപ്പാവിന്റെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ, തിരഞ്ഞെടുപ്പാവിന്റെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാലിന്റെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ, തിരഞ്ഞെടുപ്പാലിന്റെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. സമരയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, സമരയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. തിരഞ്ഞെടുപ്പാലിനെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ, തിരഞ്ഞെടുപ്പാലിനെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ, എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ, അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാ 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 കൃപയൊന്നു മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ യോഗ്യത കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി സഹിപ്പാൻ
യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. സ്ഥാനത്ത് കർത്താവേ അവിടുത്തെ സ്നേഹം അടിയനെ തേടി വന്നതിനായി ഹൃദയത്തോട് ഞങ്ങളതിനെ സ്തുതിക്കുന്നു. പാപികളും ദോഷികളുമായിരുന്ന ഞങ്ങളെ തേടി വരുവാൻ തക്കവണ്ണം ഞങ്ങളോട് കാണിച്ച ദയയ്ക്കായി മനസ്സലിവിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ മക്കളും അവകാശികളും എന്ന പദവിയിലേക്ക് അവിടെ ഞങ്ങളെ ഉയർത്തിയതിനായിട്ട് പ്രിയ മക്കളാക്കി ഞങ്ങളെ തീർത്തതിനായി ഹൃദയത്തോട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുക്കുവാൻ പാപത്തിന്റെ അടിമയിൽ നിന്ന് ഞങ്ങളെ കോരിയെടുക്കുവാൻ തക്കവണ്ണം കാൽവരിക്ക് വരെ മനത്ത് ഞങ്ങൾക്ക് വേണ്ടി അവസാനങ്ങളുടെ രക്തവും അവിടെ ഊറ്റിക്കൊടുത്തതിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ശിഷ്ടകാലം കഴിപ്പാൻ അവിടുത്തെ വരവരെയും പ്രത്യാശയുള്ളവരായി വിശുദ്ധരായി ഞാൻ വിശുദ്ധരായിരിക്കുക, ഞങ്ങൾ വിശുദ്ധരായിരിക്കില്ല. അവിടുത്തെ വചനപ്രകാരം വിശുദ്ധരായി ജീവിച്ചു മുന്നേറുവാൻ അവിടെ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണം. അത്ഭുതങ്ങളെ കർത്താവ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം ായിട്ട് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധാനത്തിൽ ആയിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് ഫേമസ് സിസ്റ്ററും റിജോവറും പ്രാർത്ഥിച്ചാണ്. Praise the Lord Jesus. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഴ്ത്തിനും വിശ്വസിനും ആക്കുമാറാത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവേ, ഇന്ന് വെള്ളിയാഴ്ചയുടെ കർത്താവേ, രാത്രികാലം കർത്താവേ, സ്തോത്രം കർത്താവേ, പ്രാർത്ഥനയായ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിലായി തീരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വന്ന സമയം മുതൽ കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ കർത്താവെ അഭയിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. അപ്പോൾ ആരാധിപ്പാനൊക്കെ ഞങ്ങളെ ശക്തീകരിച്ച കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സോട് പൂർണ്ണ ശക്തിയോട് കൂടെ കർത്താവെ അങ്ങേ സ്നേഹിക്കുവാൻ സേവിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് കർത്താവെ ദൈവവചനത്തിൽ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവെ കർത്താവെ ദൈവദാസനെ കൂടെ കേൾപ്പിച്ചു കർത്താവെ അങ്ങ് ഞങ്ങൾ കൊണ്ടുവന്നെങ്കിൽ കർത്താവെ പിശാചായവൻ ഞങ്ങളുടെ കർത്താവെ തോട്ട്പാറ്റിൽ കൂടെ പലപ്പോഴും കർത്താവെ മന്ത്രിക്കുന്നതിനേക്ക് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും കർത്താവ് വലതുകരം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അരിമനാഥന്റെ സ്വരം കേട്ട് ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദൈവസഭയെ പൂർണ്ണമായി ഏൽപ്പിക്കുന്ന അങ്ങ് അനുഗ്രഹിക്കണമേ. സഭയുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ അപ്പാ. അനവധി കർത്താവെ അപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ വിഷയങ്ങളുടെ മേല് യേശുവിന്റെ കരം വ്യാപരിക്കുമാറാക്കണമേ. സഭയുള്ള ഓരോ വാഗ്ദത്തങ്ങളുടെ മേലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മേൽ കർത്താവെ അപ്പ അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം കർത്താവെ കാണുവാൻ ഈ നാടുകളിൽ കർത്താവെ ഞങ്ങളുടെ സ്വന്തം കണ്ണാൽ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുവരെ ഞങ്ങളുടെ നടത്തിയ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദേവദാസനെ ഏൽപ്പിക്കുന്ന സ്ഥാനങ്ങളെല്ലാം കർത്താവിന്റെ കൃപ കൂടി നാട്ടിൽ പോയ സഹോദരങ്ങളെയൊക്കെ കൂട്ടി വരുത്തിയല്ലോ. അവരെല്ലാം നാട്ടിലായിരിക്കുന്നുവല്ലോ. കർത്താവിടെ ആയിരിക്കുമ്പോഴും കർത്താവിന്റെ കടന്നു വരുവാൻ കഴിയാതായ ജോലി മേഖലയിലായിരിക്കുന്നവർ കൂടെ എല്ലാം ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
സങ്കീർത്തനം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ അപ്പാ. ശുശ്രൂഷിപ്പാൻ ദൈവദാസന്മാരെ അങ്ങ് ബലപ്പെടുത്തുമാറാക്കണമേ. കേൾക്കുന്ന വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ജീവിപ്പാൻ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പാ പ്രാർത്ഥനകരനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം 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 സ്നേഹവാനായ ദൈവമേ, കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഈ രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ സ്തോത്രയോ അനേക കർത്താവേ സ്തോത്രയോ അവസരങ്ങളിൽ പാത കർത്താവേ ഭൂമിയിൽ നിന്ന് കർത്താവേ മാറ്റപ്പെട്ട് മൺമറിഞ്ഞു മാറുമ്പോൾ എന്റെ അപ്പച്ചൻ കർത്താവേ എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ കർത്താവേ ഞങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം. ഞാൻ എൻ്റെ കണ്ട പർവ്വതങ്ങളിലേക്ക് ഓർത്തത് എനിക്ക് നല്ലതായനായി സഹായനായി അങ്ങയുടെ രാത്രികാലം ഞങ്ങളുടെ സഭയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഭയെ ദൈവം വളർത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകം ആത്മാക്കളെ ഞങ്ങളുടെ സഭയിലേക്ക് കർത്താവെ കൂട്ടിവരുത്തുമാറാണമേ ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്നവരെ എല്ലാ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കർത്താവെ വരാൻ കഴിയാതെ കർത്താവെ സ്തോത്രം ഭവനങ്ങൾ കർത്താവെ ഭാരപ്പെടുന്നുണ്ട് കർത്താവെ സ്തോത്രം കർത്താവെ ഇന്ന് രാത്രികാലം കർത്താവെ അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന രാത്രികാലം കർത്താവെ ഭാരത്താലും പ്രയാസത്താലും കർത്താവെ കടന്നു വന്നിരിക്കുന്നവരുണ്ട് കർത്താവെ സ്തോത്രം കർത്താവെ ഇന്നത്തെ ആരാധന കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് കടന്നു പോകുമ്പോൾ വളരെയധികം അനുഗ്രഹമാക്കി ദൈവം തീർക്കുമാറാണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവേ സ്തോത്രം ആരെങ്കിലും കർത്താവെ രോഗത്താൽ ഭാരപ്പെട്ട് കടന്നു വന്നിരിക്കുന്നുണ്ട് കർത്താവെ അപ്പച്ചന്റെ അതിവേഗം പാഞ്ഞെല്ലുന്ന വചനവും വിടുതലും ദൈവം നൽകി കൊടുക്കുമാറാണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നന്ദിയോട് സ്തോത്രം. രാത്രികാലം ദൈവം ഞങ്ങളെ പാടുവാൻ ദൈവം ബലപ്പെടുത്തി പ്രാർത്ഥിപ്പാൻ ദൈവം ബലപ്പെടുത്തി സ്തോത്രം. കർത്താവേ സ്തോത്രം. നല്ല സാക്ഷ്യത്തെ ദൈവം കേൾപ്പിക്കുമാറാണമേ. ഒരു സാക്ഷികളെ വാക്കുവാൻ ദൈവം ഇടയാക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല സങ്കീർത്തനത്തെ ദൈവം നൽകി തരുമാറാണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അതിലൂടെ ഞങ്ങൾക്ക് വേണ്ടുന്ന ആത്മീയ വചനം ഘോഷിപ്പാൻ കർത്താവേ തന്റെ ഭൃത്യനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. പുരുഷന്റെ മറവിൽ കർത്താവേ നിന്ന് വചനം ഘോഷിപ്പാൻ തന്റെ ഭൃത്യനെയും ബലപ്പെടുത്തണമേ സ്തോത്രം സ്തോത്രം. കർത്താവേ ഞങ്ങളെല്ലാം കർത്താവേ അങ്ങനെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രാർത്ഥിക്കാൻ കടപ്പെട്ട വിഷയങ്ങളെ അപ്പച്ചന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. അല്പസമയം ഞങ്ങളുടെ പാതപെടുത്തൽ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വളരെയധികം അനുഗ്രഹമാക്കി മനോമോത്തവന്റെ അപ്പച്ചന് സമർപ്പിക്കുന്ന കർത്താവേ സ്ഥലം ഞങ്ങൾക്ക് ആജീവനം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്ന് കേട്ടിത്തിന് വരലുമാറാണമേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായി 86-ാം സങ്കീർത്തന വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 86, 86-ാം സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ് ജീസസ്. സങ്കീർത്തനം 86. യഹോവേ ചെവിചായിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. എൻ്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. എൻ്റെ ദൈവമേ, നിന്നെ ആശ്രയിക്കുന്ന എന്നെ രക്ഷിക്കണമേ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടപെടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുമാകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന ചെവി കൊള്ളണമേ, എൻ്റെ യാതനകളെ ശ്രദ്ധിക്കണമേ. നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ടദിവസം ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല, നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ആഗ്രഹമാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും, നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അഥവാ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുവാൻ നോക്കുന്നു.
അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല. നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. എങ്കിലേക്ക് തിരിഞ്ഞനോട് കൃപയുണ്ടാകണമേ. നിന്റെ ദാസന ശക്തി നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. ഒരുമിച്ച് വായിക്കാം. എന്നെ പായിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്ക് അവരുടെ ആളും എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരിക്കാം. ഈ ദേശത്ത് കർത്താവ് ഒരു സഹായവും കൂടെ നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലോകം മുഴുവനും ആമേൻ പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ ആയിരിക്കുമ്പോൾ ദൈവജനത്തിന് സന്തോഷത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് ആമേൻ അവസരത്തെ നൽകി തന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ നിന്ന് സിയോനിലേക്കുള്ള ആമേൻ സ്തോത്രം. ആകിയാൽ ആമേൻ നമ്മുടെ ലക്ഷ്യം എന്താണ്? സിയോനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സിയോനിലേക്ക് പോകത്തക്കവണ്ണം ബലവാന്മാരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ ആമേൻ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അനുഗ്രഹപൂർണമാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനം കണ്ണുനീരോടെ പ്രാർത്ഥനയോടുകൂടെ ആമേൻ കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് മുൻമഴ പെയ്യിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മുൻമഴ പെയ്യിക്കുന്നത് ആമേൻ നിലം ആമേൻ ഹല്ലേലൂയ കുതിരുവാനും സ്തോത്രം ആമേൻ നിലം ഉഴുന്നതിന് ഭാഗമായി തീരുവാനുമാണ്. കൃഷി ഇറക്കുന്നതിന് മുമ്പ് ആമേൻ ദൈവം മുൻമഴ പെയ്യിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ ഒരു മുൻമഴയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമല്ല സ്തോത്രം മുൻമഴയോടുകൂടി തന്നെ വിത്തുകളെ വിതയ്ക്കുവാൻ തക്കവണ്ണം ആമേൻ. ഹല്ലേലൂയ. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. വളരുമാറാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് പിന്മഴയെയും പെയ്യിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേക വീഴുകില്ലെന്റെ താങ്ങിടും വാഗ്ദത്തങ്ങളോർമ്മിച്ചിടും. വീഴുകില്ലെന്റെ താങ്ങിടും വാഗ്ദത്തങ്ങളോർമ്മിച്ചിടും. ശബ്ദം
അനുഗ്രഹിക്കപ്പെട്ട സംഘത്തിന് വായിച്ചു കേൾപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആമേ. സാക്ഷിവാൻ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിവിധ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാ വിഷയത്തിന്മേൽ കർത്താവ് നടകൊള്ളേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. അർപ്പിക്കപ്പെട്ട സ്തോത്രവാഴ്ചയ്ക്കായി ദശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അമൃതിക്കുലിക്ക് വലിയൊരളവിൽ കർത്താവ് മടി കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷ കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി കർത്താവിൻ്റെ അഭിഷിക്തൻ ജേക്കബ് ഫിലിപ്പ് ഇന്ന് രാത്രി കാലം നമ്മോടൊപ്പമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ കർത്താവ് സ്തോത്രം നമുക്ക് ആവശ്യമായ ദൂതുകളെ അറിയിപ്പാൻ വേണം കർത്താവിൻ്റെ ദാസൻ കൂടെ പ്രവർത്തിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ടെ. നല്ല കർത്താവേ, സ്തോത്രം ജീസസ്. കർത്താവേ ദൈവമേ, അപ്പാ സ്തുതിക്കുന്നു ദൈവമേ, ഞങ്ങൾക്ക് തന്ന നല്ല ആരാധനയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടിയിരുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, കേൾപ്പിച്ചതായ സാക്ഷ്യവചനങ്ങൾ ഞങ്ങൾ അറിയുന്നുള്ള കർത്താവ്, ഞങ്ങൾ സഭയായി ദൈവം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും സാക്ഷ്യമാകുവാൻ ദൈവം ഇടയാക്കുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവദാസൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സഭയെ കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം കർത്താവേ, ദൈവം അത് നിവർത്തുന്ന 2026 സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ഞങ്ങളോട് ഏൽപ്പിച്ചതായിട്ടുള്ള ഓരോ വചനങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ സഭ അത് കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ദൈവം തുടർന്നുള്ള ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഏകാഗ്രതയോടും ഭയഭക്തിയോടും അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, വചനം കേൾപ്പാൻ കർത്താവെ, ദൈവമേ, പ്രസംഗിക്കുവാൻ തന്റെ ദാസനെ ദൈവം ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ല കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ കർത്താവ് സഭയിലായിരിക്കുന്ന ദൈവമേ, ദേശത്തൊക്കെ ആയിരിക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപ ദൈവം കൂടിയിരിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം അങ്ങേക്ക് പ്രാർത്ഥനയുടെ നന്ദി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്താണിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ ശുശ്രൂഷകൾ മുന്നോട്ട് നയിക്കും. കർത്താവ് സഹായിക്കുമാറാകട്ടെ. 9:30 വരെയുള്ള സമയമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമായ ത്രിയേക ദൈവത്തെ പരിശുദ്ധ ആരാധനയുടെ മധ്യത്തിൽ ഇന്ന് രാത്രി ഉയർത്തുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടൊന്നിച്ച് ഒരു വിശുദ്ധ ആരാധനയിൽ സഭായോഗത്തിൽ പങ്കുകൊള്ളുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആദരണീയ കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ സഭയിലെ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് പ്രകാരം ശുശ്രൂഷിക്കാൻ ഒരവസരം ആദരണീയ കർത്തൃദാസൻ നൽകിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ദാസനോടും ദൈവസഭയോടുമുള്ള നന്ദിയെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. എൻ്റെ സ്വദേശം പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇലവന്തിട്ടയിലാണ് എൻ്റെ സ്ഥലം. എൻ്റെ പിതാവിൻ്റെ സ്ഥലമാണിത്. വളരെ ചെറുപ്പത്തിലെ കർത്താവിൻ്റെ വേലയിൽ പിതാവിനോടൊന്നിച്ച് പത്തനംതിട്ട ജില്ലയിലും കൊല്ലം ജില്ലയിലും ട്രിവാൻഡ്രത്തുമൊക്കെ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുവാൻ ദൈവം സഹായിച്ചു. ഞാനിങ്ങോട്ട് വാഹനത്തിൽ വരുമ്പോൾ എന്നെ കൊണ്ടുവന്ന പ്രിയ മോനുമായിട്ട് സംസാരിച്ചു. ഉളനാട്, വഴുവേലി, കിടങ്ങന്നൂർ ഇവിടങ്ങളിലൊക്കെ, ആറന്മുള
അവിടെയൊക്കെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം പത്രാവരത്തേക്ക് വന്നു. പത്രാവരത്ത് പല സ്ഥലങ്ങളിലായിട്ട് കർത്താവിനെ ശുശ്രൂഷിച്ചു. എന്നാൽ കൊട്ടാരക്കരയിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ഒരു സെൻറ്റർ രൂപീകരിക്കുവാൻ വേണ്ടി ചെങ്ങമനാട്ടിൽ നിന്നും ഞങ്ങളെ ചില ദേവദാസന്മാരെ ട്രിവാൻഡ്രത്തേക്ക് അയച്ചു. ചിറൻകീഴ് കേന്ദ്രമാക്കി ആ കാലത്ത് ഒരു സെൻറ്റർ രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ദീർഘവർഷങ്ങളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വെള്ളയമ്പലം എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. 3 പെൺകുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. മൂത്ത കുഞ്ഞ് ബിടെക് കഴിഞ്ഞു. രണ്ടാമത്തെ മോള് +2 കഴിഞ്ഞു. അയാളിപ്പോൾ ഒരു വർഷമായിട്ടൊന്നും ചെയ്യാതെ നിൽക്കുന്നു. BSc പോകണമെന്നുണ്ട്. അതിൻ്റെ അഡ്മിഷൻ എടുക്കണം. ദൈവമക്കളെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ മോള് 8ാം ക്ലാസ്സിലാണ്. സ്തോത്രം. മൂന്നാമത്തെ മോള് 8ാം ക്ലാസ്സിലാണ്. ആ കുഞ്ഞ് ദൈവം ഞങ്ങൾക്ക് തന്ന ദാനമാണ്. സ്റ്റെറിലൈസേഷൻ ചെയ്ത് 2 ട്യൂബും കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഞങ്ങളോട് ദൂത് പറഞ്ഞ് ആലോചന പറഞ്ഞ് ട്യൂബില്ലാതെയാണ് ആ കുഞ്ഞ് ഉണ്ടായത്. കേരള സർക്കാരിൽ ഞങ്ങൾ അപ്പീൽ ചെയ്തു. ഞങ്ങൾ സൂപ്രണ്ടിന് പരാതി കൊടുത്തു. കേരള സർക്കാർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തന്നു. ആ കുഞ്ഞിൻ്റെ പേര് അഭിജയ് എന്നാണ്. ഞാൻ പറഞ്ഞത്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. അസ്ഥികളുടെ താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന നിഹിതന്മാരുടെ മേൽ ശ്വാസമൂതിയിട്ട് അവരെ ഉയർപ്പിക്കുന്നൊരു ദൈവം. ട്യൂബില്ലെങ്കിലും തലമുറ ഉണ്ടാക്കാൻ കഴിവുള്ള സർവശക്തനായൊരു ദൈവം. അങ്ങനൊരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നത്, ആരാധിക്കുന്നത്. പ്രൈസ് ലോർഡ്. എനിക്കിതിൻ്റെ വീഡിയോ ഒന്ന് തരണേ. താങ്ക് യു. എനിക്കൊരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട്. അത് 1000 തികയാൻ വേണ്ടി ഇനി ഒരു 18 പേരെ അങ്ങോട്ട് വേണം. ആ ലെവലിൽ നിൽക്കുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ കേട്ടുകാണ് ഈ മുറ്റത്ത് കൺവെൻഷനുകളും കൊച്ചു കൊച്ചു മീറ്റിങ്ങുകളും പരസ്യയോഗങ്ങളും അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതമായിരിക്കുന്നു. സഭയുടെ പ്രവർത്തനങ്ങളുണ്ട്. നോർത്തിൽ നമുക്ക് റായ്പൂർ ടാറ്റുബൻഡിലൊരു പ്രവർത്തനമുണ്ട്. അപ്പോൾ തന്നെ ബിലായിൽ നന്ദിനി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു പ്രവർത്തനമുണ്ട്. തമിഴ്നാട്ടിൽ ട്രിച്ചിയിൽ നമുക്കൊരു പ്രവർത്തനമുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. പ്രവർത്തനങ്ങളെയൊക്കെ വഹിച്ച ദൈവമക്കൾ പ്രാർത്ഥിക്കണം. എൻ്റെ മുൻപിൽ സമയം വളരെ പരിമിതമാണ്. ഒരാത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഒരു സഭായോഗമായതുകൊണ്ട് പാസ്റ്റർ ഞാനുമായിട്ട് ആ വിഷയം ഒന്ന് സംസാരിക്കുകയും ചെയ്തു. ഒരു പ്രവചന ശുശ്രൂഷ ചെയ്യണോ അതോ വചന ശുശ്രൂഷ ചെയ്യണോ, എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവർത്തിക്കും. വചനമയച്ച് ദൈവം വിടുവിക്കും. വചനമയച്ച് ദൈവം സൗഖ്യമാക്കും. വചനമയച്ച് ദൈവം സമാധാനം വരുത്തും. വചനമയച്ച് നിങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കും. ഇന്ന് രാത്രി ദൈവം ചില വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷയിൽ ഇപ്പോൾ 27ാമത്തെ വർഷമാണ്. സ്തോത്രം. 27 വർഷങ്ങൾ പ്രസംഗിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരുവചന സൂക്തങ്ങൾ, വേദവചനങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെ ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ സമയത്തിൻ്റെ ലഭ്യത കൊണ്ട് എന്ത് ചെയ്യണമെന്നും എനിക്കൊരു സങ്കടമുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി വേഗത്തിൽ 1-2 ചിന്തകൾ പരിശുദ്ധാത്മാവിൽ പറഞ്ഞിട്ട് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 20-ാം അധ്യായം. അപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22:41. എന്നാൽ അവനും രാജാക്കന്മാരും
മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തൻ്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളുവിനെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനായി ഒരുങ്ങി. അതല്ല, 1 ശമൂവേൽ 20. അതല്ല, സോറി, വാക്യം തെറ്റിപ്പോയി. ഹാഗാറിൻ്റെ വിഷയം നമുക്ക് ഇന്ന് രാത്രി 21-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം. മതി. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 41-ാമത്തെ വാക്യം. താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നീക്കണമേ. മതി. വാസ്തവത്തിൽ ഈ വിഷയം ഇവിടെ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. മറ്റൊരു വിഷയമാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക നിയോഗ മുഖാന്തരമാണ് ഈ വചനം ഏറ്റെടുത്തത്. ആദ്യമായിട്ട് നമ്മൾ വായിച്ചു കേട്ടത്, ഹാഗാർ തൻ്റെ കുഞ്ഞിനെ ഒരു കുറുങ്കാടിൻ തണലിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഒരമ്പിൻപാട് ദൂരത്തിൽ ഹാഗാർ ഇരുന്നു. അത്രയും ദൂരം താൻ പോയിരുന്നു. ഒരു അമ്പ് ചെയ്താൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തിൽ ഹാഗാർ പോയിരുന്നു. രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ടത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും തമ്മിലുള്ള പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു കല്ലേറ് ദൂരം ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടത്തു നിന്നും യേശു പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ദൂരം ഒരു കല്ലേറിൻ്റെ ദൂരമായിരുന്നു. അപ്പോൾ 2 ദൂരങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന് അമ്പിൻപാട് ദൂരം, 2 കല്ലേറ് ദൂരം. 2ലും മരണത്തിൻ്റെ വെല്ലുവിളികൾ ഉണ്ട്, 2ലും പോരാട്ടങ്ങളുണ്ട്. എന്നാൽ ഈ 2ഇടത്തും വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഹാഗാറിനെ അബ്രഹാം വീട്ടിൽ നിന്നും പുറത്താക്കി. 2 പ്രാവശ്യം ഹാഗാറിനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. ഗർഭിണിയാകുമ്പോഴും കുഞ്ഞ് വലുതാകുമ്പോഴും. ഗർഭിണിയായ സമയത്ത് ഹാഗാറിനെ അബ്രഹാം പുറത്താക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം ദൈവം ഇടപെടുകയും ഹാഗാർ മടങ്ങി അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്തു. ചില പുറത്താക്കലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുമായി ബന്ധപ്പെട്ട ചിലതിൽ നിന്നും മനുഷ്യൻ നിങ്ങളെ പുറത്താക്കും. എന്നാൽ ദൈവം പറയും, തിരിച്ചു ചെല്ല, ചില നാളുകൾ കൂടെ നീ അവിടെ ആയിരിക്കണം. നിന്നെക്കൊണ്ട് ദൈവം ചിലത് ചെയ്യിക്കാൻ വേണ്ടി നീ മടങ്ങിപ്പോകണം. അബ്രഹാം പുറത്താക്കിയപ്പോൾ ഹാഗാർ പുറത്തായെങ്കിൽ ഹാഗാറിനറിയാം ഇതിൻ്റെ പിന്നിലും ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അബ്രഹാമിൻ്റെയും സാറയുടെയും വാഗ്ദത്തമൊക്കെ ഹാഗാറിനറിയാം ആ വാഗ്ദത്തത്തോടൊന്നും ഒത്തുവരുവാൻ എനിക്ക് കഴിയത്തില്ല, കാരണം വാഗ്ദത്തം സാറയുടെ മേലാണ്. പക്ഷെ ഹാഗാറിന് നിശ്ചയമുണ്ട്, ദൈവം കൈവിടത്തില്ല. ആർക്കൊക്കെ വാഗ്ദത്തമുണ്ടെങ്കിലും ഏതൊക്കെ ദൂതുണ്ടെങ്കിലും നിന്റെ മേൽ ദൈവം ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, മടക്കിക്കൊണ്ട് ചെല്ലും. റബന ഹദന ജലക ശാന്തുരി രഗൽഖന ദിഗസ്യാരക. ഇത് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത. ദൈവം നിന്നെ മടക്കിക്കൊണ്ട് ചെല്ലും. ചിലത് സ്ഥാപിക്കുവാൻ വേണ്ടി, ചില ഓർമ്മക്കുറിപ്പുകൾക്ക് വേണ്ടി. റബനെ ഹദനി ഷൈഢാനികല ധികന രഗല ധ്യാരകസി. പുതിയ താങ്ങിയ വീഴ്ചയിൽ വഴി നടത്തി
താഴ്ചയിൽ എനിക്കവൻ തണലേകി. താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുറച്ചെന്റെ കണ്ണൂരിൽ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. തുറച്ചെന്റെ കണ്ണൂരിൽ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിട ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. പാവഹരൻ തൻ ജീവനെ വീണ്ടെടുത്തു. അവനേ പാവഹരൻ തൻ ജീവനെ വീണ്ടെടുത്തു. കരകടലാടിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും ഹൃദയരെ. കരകടലാടിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും ഹൃദയരെ. വരികവൻ ചാരത്തു ബന്ധിതരെ, തരുമവൻ കൃപമന ശാന്തിയതും. വരുമവൻ ചാരത്തു ബന്ധിതരെ, തരുമവൻ കൃപമന ശാന്തിയതും. ജീവന്റെ ഉറവിട ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാവഹരൻ തൻ ജീവനെ വീണ്ടെടുത്തു. അവനത്രേ പാവഹരൻ തൻ ജീവനെ വീണ്ടെടുത്തു. നമുക്ക് മുൻചെന്നത വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം. നമുക്ക് മുൻചെന്നത വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം. അനുദിന തരുവാൻ ശക്തിയായി അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിന തരുവാൻ ശക്തിയായി അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിട ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാവഹരൻ തൻ ജീവനെ വീണ്ടെടുത്തു. 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 അവനത്രേ പാവഹരൻ തൻ ഇനി എനിക്കൊരു രക്ഷയില്ല, ഇനി എനിക്കൊരു വിടുതലില്ല, എന്നെ ഇതിൽ നിന്ന് വിടുവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ ഹൃദയത്തില് ആമേൻ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് വിടുതൽ തരുവാൻ കഴിവുള്ളവർ ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. മരുഭൂമിയിൽ ആമേൻ പൈതലിന് വേണ്ടി ഹല്ലേലൂയ ഉറവ തുറന്ന ഒരു ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു പുതിയ ഉറവയെ തുറന്നു തരുവാൻ മതിയായവനായി രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാ നമുക്ക് സ്തോത്രം ചെയ്യാം. രാത്രികാലം കേട്ട ദൈവത്തിന്റെ വചനത്തെ ആമേൻ ഹല്ലേലൂയ വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവിനെ അഭിഷേകത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. തന്റെ ശുശ്രൂഷകളെ, തന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുക. കടന്നു പോകുന്ന ദൈവജനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ മേല് കർത്താവ് നടകൊള്ളേണ്ടതിനായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് വിടുതൽ അയക്കേണ്ടതിനായി സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണവാനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്നലെ രാത്രി കാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും ദൈവത്തിന് മാറ്റമില്ലാത്ത സാന്നിധ്യത്തിന്റെ മറവില് കർത്താവ് ഞങ്ങളെ മറച്ചതിനാൽ സ്തോത്രം. നല്ല പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. ദൈവത്തെ ആരാധിപ്പാനും ബലപ്പെടുവാനും ദൈവസന്നിധിയിൽ നിന്ന് വിടുതലേറ്റെടുക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ രാത്രി കർത്താവെ ആ ദൈവദാസനിലൂടെ ഞങ്ങളോട് അറിയിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ആമേൻ. മരുഭൂമിയില് ഹാഗാർ ഒരമ്പിൻപാട് ദൂരത്തിരുന്ന് ആമേൻ തന്റെ പൈതലിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അവിടെ ആത്മീക കണ്ണ് കർത്താവ് തുറന്ന് ആമേൻ അതുവരെ ഉണ്ടായിരുന്ന ഉറവ് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം ഇടപെട്ടപ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടിയായി അവർക്ക് വേണ്ടി ഒരു ഉറവ തുറന്നതുപോലെ ഈ രാത്രി കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു വലിയ ഉറവ, ഒരു പുതിയ ഉറവ അത് തുറന്നിരിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക സന്ദർഭങ്ങൾ ആമേൻ തനിക്ക് ഏറ്റവും പ്രിയ ശിഷ്യന്മാരെയും മാറ്റി നിർത്തി ആ യേശു ഒരു കല്ലേറ് ദൂരത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ആമേൻ ഈ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ബലപ്പെടട്ടെ കർത്താവേ. ആമേൻ. ആരോടും പറയുവാൻ കഴിയാതെ, ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത വിഷയങ്ങൾ ആമേൻ ദൈവത്തോട് ചേർന്നിരുന്ന് ആമേൻ അതിൻ്റെ മേലൊരു വിജയം നേടുവാൻ ആ പ്രാർത്ഥനയുടെ മറുപടി ഈ നാളിൽ ലഭിക്കത്തക്കവണ്ണം സ്വർഗം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിച്ച ദേവദാസനെ ദൈവരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ. ഈ രാജ്യത്ത് കർത്താവ് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങളുടെ ദേവദാസനെയും കുടുംബമായി ദൈവരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയൊക്കെ ലീഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന സകല സഹോദരങ്ങളെയും ദൈവരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവത്തിന് സമാധാനം. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും പ്രത്യേകാല അവിടുത്തെ അഭിഷേകത്തിനോടും കുടുംബത്തോടും ശുശ്രൂഷകളോടും കടന്നു പോകുന്ന ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരെന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവഞ്ഞാണ്ട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ മടങ്ങി. Oh, creation